സുനിൽ സാർ നമസ്കാരം. ഹൈക്കോടതി ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിന് ശബരിമലയിൽ പ്രത്യേക പരിഗണന കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്വമേധയാ കേസെടുത്തിരുന്നു. ആ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. ആ സംഭവത്തിന് ശേഷം പക്ഷേ നമ്മുടെ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ താടിയൊന്നും ഞാൻ കണ്ടില്ല. അവിടുത്തെ ആചാരങ്ങളിൽ വിഘ്നം ഉണ്ടാവരുത് എന്നൊക്കെയാണ് കോടതി പറഞ്ഞത്. വിവേക് ഒബ്രോയ് അവിടെ വന്ന സമയത്തും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ആ സമയത്തും വലിയ സുരക്ഷ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാർ, ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രമാണോ ഈ ഒരു പ്രശ്നമുള്ളത്? തീർച്ചയായും ദിലീപ് ആയതുകൊണ്ടാണ് ഇത് വിവാദമായത്. മലയാളത്തിലെ സിനിമാ നടന്മാരിൽ മലയാളം മാത്രം എടുത്താൽ മതി, ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ദിലീപൊന്നും അല്ലല്ലോ. ദിലീപിനെ കൂടാതെ ഒരുപാട് നടന്മാർ ശബരിമലയിൽ പോയിട്ടുണ്ട്. അവരൊക്കെ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴുതിട്ടുണ്ട്. അവരുടെ കൂടെ അവരെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസുകാർ കൂടെ പോയിട്ടുണ്ട്. അന്നൊന്നും വിവാദം ഉണ്ടായിട്ടില്ല. കുറേ കാലമായി ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം ഒരു കേസിലെ പ്രതിയാണ്. പ്രതി എന്ന് പറയാമോ, കുറ്റാരോപിതൻ തന്നെയാണ് പ്രതി. ആ കേസ് അതിൻ്റെ വഴിക്ക് നടക്കുകയാണ്. അതിനുശേഷം ദിലീപിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ, ഒരു മൈനോറിറ്റിയാണ്, ചില ആളുകൾക്ക് ദിലീപിനെ അങ്ങ് ടാർഗറ്റ് ചെയ്യണം. ദിലീപ് എന്തു ചെയ്താലും കുഴപ്പം, അത് വിവാദമാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ശൈലിയാണ്. അതിപ്പോൾ പൊതുജനങ്ങൾക്കും ഇഷ്ടമാണ്. കാരണം പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇവരുടെ ഒരു ക്യാമ്പയിൻ വല്ലാതെ കേൾക്കുകയും ദിലീപ് വല്ലാത്ത മോശപ്പെട്ട ഒരു കാര്യം ചെയ്തു എന്നുള്ള ധാരണ പൊതുവിലുണ്ട്. ഞാൻ ധാരണ എന്ന് പറയുന്നത് ദിലീപിനെ വെള്ളപൂശാൻ വേണ്ടിയല്ല. നമ്മളിത് പറയുമ്പോൾ ദിലീപിനെ വെള്ളപൂശാൻ വേണ്ടി രണ്ടുപേര് വൈറ്റ് വാഷുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ ഒരാൾ കുറ്റാരോപിതനാണ്, ഒരു കേസിൽ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ കുറ്റവാളിയാണെന്ന് കോടതി വിധിക്കുന്നത് വരെ അയാളെ അസ്യൂം ചെയ്യുന്നത് നിരപരാധിയാണെന്ന് കണ്ടിട്ടാണ്. കാരണം അയാൾക്ക് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവകാശമുണ്ട്. അത് തെളിയിക്കുന്നതിൽ അയാൾ പരാജയപ്പെട്ടാൽ അയാൾക്ക് ശിക്ഷ വിധിക്കും. അപ്പോൾ അയാൾ കുറ്റവാളിയാവും. ഇപ്പോൾ ദിലീപ് കുറ്റാരോപിതനാണ്, കുറ്റവാളിയല്ല. കുറ്റവാളിയാവുന്നത് ശിക്ഷ വിധിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് ഇപ്പോഴും ദിലീപിന് താൻ നിരപരാധിയാണെന്ന് വാദിക്കാനും അത് സമർത്ഥിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നോക്കൂ, എന്തെല്ലാം കേസുകൾ ആർക്കൊക്കെ എതിരുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയക്കാർക്കെതിരെ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും ഉണ്ട് രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള കേസുകൾ വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതി ഉണ്ട്, അറിയാമോ? ഇപ്പോൾ എറണാകുളത്ത് ചെന്നാൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുണ്ട്. അത് പൊളിറ്റീഷ്യൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ ട്രയൽ ചെയ്യാനുള്ള പ്രത്യേക കോടതിയാണ്. അപ്പോൾ അവിടെ വരുന്ന ഈ രാഷ്ട്രീയക്കാരൻ ഒരു കുഴപ്പം കാണിച്ചാൽ, പണ്ട് ഓർക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞത് ഒരു MP, അത് പ്രശസ്തയായ ഒരു നടി പങ്കെടുക്കുന്ന യോഗത്തിൽ ഈ നടി പ്രസംഗിക്കുമ്പോൾ ഒരു MP അവരുടെ ബാക്കിൽ നിന്ന് പിടിച്ചു എന്നൊരു ആരോപണം ഉണ്ടായി. അതിനുശേഷവും ആ MP അതിസരസമായി വലിയ വാചാടോപത്തോടെ സംസാരിക്കുന്ന ഒരു MP ആയിരുന്നു. ഞാൻ പേര് പറയുന്നില്ല, നടിയുടെ പേരും പറയുന്നില്ല, ഓർമ്മയുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ അദ്ദേഹത്തിന് അതിനുശേഷവും പൊതുവേദികളുണ്ടായിരുന്നു. കേരളത്തിലെ മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാൾക്കെതിരെ സ്ത്രീ പീഡന കേസ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും അദ്ദേഹം പൊതുജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ പൊതുജീവിതത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്കെതിരെ സ്ത്രീ പീഡന കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ആളല്ല ആര്? ദിലീപ്. ഇപ്പോൾ മുകേഷിനെതിരെ വന്നു, ഇല്ലേ? മുകേഷിന്റെ പൊതുജീവിതം അവസാനിച്ചോ? ഇല്ല. മുകേഷിനെ ആരെങ്കിലും ബോയ്ക്കോട്ട് ചെയ്തോ? ഇല്ല. മുകേഷിനെ സംബന്ധിച്ച് ആളുകൾക്കല്ല, മുകേഷ് അല്ലേ അത് ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് പറയുന്ന കുറേയേറെ ആളുകളുണ്ട്. ഇനി നമ്മുടെ ഒരു സംസ്ഥാനത്തൊരു മന്ത്രി ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഓർമ്മയുണ്ട്. അടിച്ച് മോന്തയൊക്കെ പരിക്കേറ്റ് വീങ്ങിയിരിക്കുന്ന ചിത്രമുണ്ട്. എന്താണ്? യാമിനി തങ്കച്ചി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. എന്തായാലും അതെന്തിനാണ് ഉണ്ടായത്? അതും സ്ത്രീ വിഷയമായിട്ട് വന്നു. അപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയാക്കപ്പെടുന്ന ആദ്യത്തെ ആളല്ല ദിലീപ്. ദിലീപിനെ സംബന്ധിച്ച് താൻ നിരപരാധിയാണെന്ന് വാദിക്കാനും സമർത്ഥിക്കാനും ജയിക്കാനുള്ള എല്ലാ അവകാശവും ദിലീപിനുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ടെർമിനേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ ആ വാക്ക് മനഃപൂർവ്വം ഉപയോഗിക്കുക, ടെർമിനേറ്റ് ചെയ്യുക. അതായത് ഭൂമിയിൽ തന്നെ ഇല്ലാതാവേണ്ടതാണ് എന്ന തരത്തിൽ വ്യാപകമായ ഒരു സംഘടിതമായ ഒരു പ്രചാരണം നടക്കും. ഒരു സംവിധായകൻ എന്ന് പറയുന്ന ഒരാൾ വന്നില്ലായിരുന്നു, ബാലചന്ദ്രകുമാർ. അയാൾ എന്തൊക്കെയാണ് വന്ന് പറഞ്ഞത്? ഇപ്പം നോക്കൂ, അയാളെ അന്ന് കൊണ്ടാടിയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. ഇപ്പം ഞാൻ ആലോചിക്കുന്ന ആ മനുഷ്യൻ വളരെ നിസ്സഹായാവസ്ഥയിൽ ചികിത്സിക്കാൻ മരുന്ന് വാങ്ങാൻ നിവർത്തിയില്ലാതെ കഴിയുക. ഈ പറയുന്ന ഒരാളും സഹായിക്കാനില്ലല്ലോ. എന്നാൽ ബാലചന്ദ്രകുമാറിനെ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ടാടിയ, എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തിയ ആളുകൾ പോലും അദ്ദേഹത്തിനെ സഹായിക്കും. ഇപ്പോൾ ഏഷ്യാനെറ്റിന് വേണം ചെയ്യാമല്ലോ. ബാലചന്ദ്രകുമാറിനെ സഹായിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ, ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് ഒരു QR കോഡും കൊടുത്തിട്ട് ഒരു ക്യാമ്പയിൻ ആരംഭിക്കാം. എന്താ ചെയ്യാത്തത്? അവരുടെ ആവശ്യം കഴിഞ്ഞു. റിപ്പോർട്ടറും ചെയ്തില്ല സാർ. ആരും ചെയ്തിട്ടില്ല. റിപ്പോർട്ടറോ ആരും. ഞാൻ ഏഷ്യാനെറ്റിനെ മാത്രം എടുത്തല്ല, മാധ്യമങ്ങൾ, ടെലിവിഷൻ അവരാൾ കൂടുതൽ ഇദ്ദേഹത്തെ അതെ. അത് നികേഷ് ഉണ്ടായിരുന്നു. നികേഷിൻ്റെ താല്പര്യമായിരുന്നു. നികേഷിന് ഒരു പ്രത്യേക താല്പര്യം, ദിലീപിനെ ഫിനിഷ് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു താല്പര്യം ഉള്ളതുപോലെയാണ് നികേഷ് കുമാർ എന്ന് പേര് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ദിലീപിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വിനോദമാണ്. ഈ അദ്ദേഹത്തിൻ്റെ കേസ് നോക്കൂ. ഒരു കേസ് എത്ര വർഷമായി ഈ കേസ് നീണ്ടുപോകാൻ കാരണം ചിലർ പറയുന്നു ദിലീപാണെന്ന്. ദിലീപിനെ സംബന്ധിച്ച് പ്രതി എന്ന നിലയിൽ പരമാവധി നീട്ടിക്കൊണ്ടു പോകാൻ ചെയ്യും. ഈ കേസിലെ വാദി അല്ലെങ്കിൽ ഇര എന്ന് പറയുന്ന ആൾ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമം ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും അവസാനം നടന്നു
ഏറ്റവും അവസാനം കൊടുത്തതല്ല, രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തിരിക്കുക. അറിഞ്ഞിരുന്നോ? ഉപരാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ്. അത് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചിരിക്കുന്നു. തൻ്റെ കേസിൽ ഇങ്ങനെയൊക്കെ നടന്നു, അതിൻ്റെ ഹാഷ്ടാഗ് ഹാഷ് വാല്യൂ മാറി, ഈ മറ്റേ പെൻ ഡ്രൈവിൻ്റെ ഹാഷ് വാല്യൂ മാറി, ഞാനറിയാതെ മറ്റാരോ ഒക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ കേസ് ഡിലേ ചെയ്യാമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇരയുടെ ഭാഗമുണ്ട്. സാധാരണ പ്രതിഭാഗമാണ് കേസ് എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഇരയുടെ ഭാഗവും പ്രതിഭാഗവും ഒരുപോലെ ഇടപെട്ട് ഈ കേസ് അനന്തമായി നീണ്ടുകൊടുക്കുക. അപ്പം പ്രതിസ്ഥാനത്ത് എന്നും ദിലീപ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട്. അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് മട്ടാഞ്ചേരി മാഫിയ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കാം. കാരണം ദിലീപിനെ സംബന്ധിച്ച് മലയാള സിനിമയെ മുഴുവൻ തൻ്റെ കൈക്കുള്ളിൽ ഇതുപോലെ കൊണ്ടു നടന്ന ആക്കിയെടുത്ത ഒരാളില്ല. നിർമ്മാണം, വിതരണം, അഭിനയം, തിയേറ്റർ എല്ലാം ദിലീപിൻ്റെ കീഴിലാണ്. മലയാള സിനിമയിലെ അവസാന വാക്ക് ദിലീപായിരുന്നു. ദിലീപ് അക്കാലത്ത് ചെയ്ത എല്ലാം ഒന്നും ശ്ലാഘനീയമോ ഒന്നും ആണെന്ന് പറയുന്നില്ല. മറ്റ് ഇതര നടന്മാരുടെ നല്ല സിനിമ ഉണ്ടാകുമ്പോൾ ദിലീപിൻ്റെ ഫാൻസ് അസോസിയേഷൻകാർ കൂവി തോൽപ്പിക്കാൻ പോയ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ദിലീപിൻ്റെ ഒരു ക്ലൗട്ട് വല്ലാതെ വളർന്നു വന്നിട്ട് അനാശാസ്യമായ തരത്തിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട് എന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ പോലും ദിലീപിൻ്റെ കാലത്ത് മലയാള സിനിമയിൽ ഇന്ന് കാണുന്ന മയക്കുമരുന്നിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സമൂഹത്തിനാകെ അപകടകരമായ പല പ്രവണതകളും മലയാള സിനിമയിൽ നിന്ന് ഒഴിവാക്കിക്കാൻ ദിലീപിൻ്റെ കാലത്ത് കഴിഞ്ഞു എന്നൊരു പോസിറ്റീവ് വശമുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം സിനിമയല്ലല്ലോ. ഇപ്പോൾ ദിലീപ് അവിടെ ചെന്നു, ദിലീപിൻ്റെ കൂടെ 2-3 പോലീസുകാർ ചെന്നു. ദിലീപ് ഒറ്റയ്ക്ക് പോവുകയാണ്. അപ്പോൾ ദിലീപിനോട് പകയുള്ള ഒരാൾ ഒരു കത്തിയെടുത്ത് ദിലീപിന് ഒരു കുത്തുകുത്തി എന്ത് ചെയ്യുമായിരുന്നു? ഈ കോടതി തിരിച്ചു പറയില്ലേ? കോടതി തിരിച്ചു പറയില്ലേ? അവിടെ വന്നിട്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിലെ പ്രതിയും ഒരു അറിയപ്പെടുന്ന താരവുമായ അദ്ദേഹം വന്നിട്ട് നിങ്ങൾക്ക് ഒരു പോലീസുകാരനെ പോലും കൂടെ അയക്കാൻ പറ്റിയില്ലെന്നും ഒരുപക്ഷെ കോടതി തന്നെ ചോദിച്ചേക്കും. തീർച്ചയായും അങ്ങനെയും സംഭവിക്കാം. ഇപ്പൊ എന്ത് ചെയ്താലും കുഴപ്പത്തിലാവുന്ന പാവപ്പെട്ട പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നോക്കൂ, പാർത്ഥൻ ഇപ്പൊ പറഞ്ഞതുപോലെ സതീശൻ പ്രതിപക്ഷ നേതാവ് ചെന്നു. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നപ്പോഴത്തേക്ക് പാർത്ഥൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് വിയോജിപ്പുണ്ട്. അദ്ദേഹം സഭയുടെ പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്കിലുള്ള ആളാണ്. ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരാൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കണം. അത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികവും ആ കൊടുക്കണം. പക്ഷേ അദ്ദേഹം നടക്ക് നേരെ നിന്ന് തൊഴുതുമ്പോൾ അടുത്തറിയാം, അടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ഇരുമുടിക്കെട്ട് താഴ്ത്തി വെക്കാൻ സഹായിക്കുന്നു, തോളെ വെക്കാൻ സഹായിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര സമയം സതീശൻ അവിടെ നിന്നു? സതീശൻ താടി വളർത്തി ഇല്ല എന്ന് പാർത്ഥൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. താടി വളർത്തിയിട്ടേ പോകാൻ നിർബന്ധമൊന്നുമില്ല. അങ്ങനെയൊക്കെ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കന്നഡയിലേക്ക് ചില നടന്മാർ വന്നിട്ട് നഗ്നപാതരായി, കേരളത്തിന് പുറത്തുള്ള പലരും സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെ മലയ്ക്ക് പോകാൻ മാല ഇട്ട് കഴിഞ്ഞാൽ കറുത്ത മുണ്ടുടുക്കുകയും ചെരുപ്പിടാതെ നടക്കുകയും ചെയ്ത വീഡിയോകൾ നമ്മളുണ്ട്. വലിയ ദശകോടികൾ വിലയുള്ള താരങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ഈസി ഗോയിങ്ങിൽ ശബരിമല കാണാറുണ്ട്. അപ്പോൾ താടി വളർത്താവുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. താടി 2 ദിവസം മുമ്പ് മാലയിട്ട് പോകാമല്ലോ. അപ്പോൾ സതീശൻ അവിടെ ചെന്നു. എത്ര സമയം സതീശൻ ശ്രീകോവിലിന് മുന്നിൽ നിന്നും ഭഗവാനെ പ്രാർത്ഥിച്ചു. അതിന് എന്താ പ്രിവിലേജ്? എന്താ ആ പ്രിവിലേജ് ഒന്നും സതീശനില്ല. കാരണം ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കില്ലാത്ത ഒരു പ്രിവിലേജും വി.ഡി. സതീശനും ഇല്ല, പിണറായി വിജയനും ഇല്ല ഭഗവാന്റെ മുന്നിൽ ആണല്ലോ. അപ്പം സതീശന് പോലീസുകാരും കൂടെ പോയത് സ്വാഭാവികം, അദ്ദേഹത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ്, അത് വേണം. പക്ഷേ നോക്കൂ, നമ്മൾ ഈ സന്നിധാനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഭഗവാന്റെ മുന്നിൽ ഭഗവാനെ അയ്യപ്പ എന്ന് വിളിക്കാൻ നേരം കിട്ടില്ല, തള്ളി മാറ്റുകയാണ്. ഒരു മിന്നൽ പോലെ 41 ദിവസം വ്രതമെടുത്ത് ഈ കഠിനമായ പദങ്ങളൊക്കെ താണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ ഒരു മിന്നൽ പോലെ കാണാൻ പോലും ഒരു സാധാരണക്കാരന് അവസരം കിട്ടാതിരിക്കുമ്പോൾ VIP എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് എത്ര നേരം വേണമെങ്കിലും അരിവരാസനം കഴിയുന്നതുവരെ നടക്കി മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴാം. അത് ജനങ്ങളുടെ പ്രതിനിധിയാണ്. ജനങ്ങൾക്കില്ലാത്ത എന്തവകാശമാണ് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കേണ്ടത്? ഇതാണ് കോടതികൾ ഇടപെടേണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാര്യം ചെയ്തു. അദ്ദേഹം വന്നപ്പോൾ VIP കൾച്ചർ എടുത്തു കളഞ്ഞു. അത് അങ്ങനെയാണ് നമ്മുടെ വാഹനങ്ങളുടെ മുകളിൽ ചുവന്ന ലൈറ്റ് വെക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു. പ്രധാനമന്ത്രി ഉൾപ്പെടെ വേണ്ട എന്ന് വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നരേന്ദ്രമോദി പറഞ്ഞു, ഇനി VIP ഇല്ല, EIP ആണ്. എവറി പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓരോ മനുഷ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വ്യക്തിയും, നമ്മൾ തെരുവിൽ കാണുന്ന ഒരു മനുഷ്യനും പ്രധാനമന്ത്രിയും ഒരേപോലെ പ്രാധാന്യമുള്ളവരാണ് എന്ന തരത്തിലുള്ള ഒരു കൾച്ചർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ ആണ് ഈ ജനങ്ങളുടെ പ്രതിനിധിയായി എന്നതുകൊണ്ട് അവരെ ശ്രീകോവിലിൻ്റെ നടക്കെ നിർത്തിയിട്ട് അവർക്ക് കൂടുതൽ സമയം കൊടുക്കാം എന്ന് പറയുന്ന ഒരു വൃത്തികേട്, അതിന് അശ്ലീലം എന്ന് പറയണം. ആ അശ്ലീലം നടക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് കാണത്തില്ലേ? അപ്പോൾ അത് ആലോചിക്കണം. ഇപ്പം ഗുരുവായൂർ ചെല്ലൂ, ഗുരുവായൂർ എന്ന നെയ്വിളക്കിന് 1000 രൂപ കൊടുത്താൽ 1000 രൂപ കൊടുത്താൽ ഭഗവാനെ പെട്ടെന്ന് കാണാം. 1000 രൂപ കൊടുക്കാൻ പറ്റാത്തവൻ ക്യൂ ചെയ്യണം. ഇന്നലെ ഏകാദശിയായിരുന്നു. ഇന്നലെ സംഭവിച്ചൊരു കാര്യം, ഇന്നലെ രാത്രി 11 മണിക്ക് ദ്വാദശി ദക്ഷിണ കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഒരു ഭക്തൻ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ നിൽക്കുകയാണ്, ഇവിടെ ചെയ്തെന്നറിയോ, നേരത്തെ കൊടിമരത്തിന് മുന്നിൽ നിന്ന്
നോക്കൂ, ക്ഷേത്രത്തിനകത്തല്ല, കൊടിമരത്തിന് മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴാൻ അവസരം ഉണ്ടായിരുന്നു. ഇന്നലെ ഗുരുവായൂർ ദിവസം എന്ത് ചെയ്തു? കൊടിമരത്തിന് മുന്നിൽ നിന്ന് ആരും തൊഴണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അകത്ത് കയറിയേ തൊഴാൻ പറ്റുള്ളൂ. അകത്ത് ഭയങ്കര ക്യൂ. ഉടനെ ഇവരെന്ത് ചെയ്തു? നീ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദർശനം വേണമെങ്കിൽ നിങ്ങൾ 1000 രൂപയുടെ നെയ്വിളക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് കൊടിമരത്തിന് മുന്നിൽ നിന്ന്, ക്ഷേത്രത്തിന് പുറത്ത് കൊടിമരത്തിൽ നിന്ന് മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴാനുള്ള അവസരം അങ്ങ് നിഷേധിച്ചു. അതിൻ്റെ ക്യൂ, ഈ 1000 രൂപ കൂപ്പണിൻ്റെ ക്യൂ, വലിയ ക്യൂ ഉണ്ടായി. ക്യൂ ഉണ്ടാക്കിയപ്പോൾ ആ ക്യൂ മാനേജ് ചെയ്യാൻ പറ്റാതെ അവസാനം എന്ത് ചെയ്തറിയോ? ഇവർ അനൗൺസ് ചെയ്തു. അതായത് ഇനിയിപ്പോൾ നെയ്വിളക്ക് ബുക്ക് ചെയ്തവർക്ക് അടുത്ത എന്ന് നെയ്വിളക്ക് വഴിപാട് നടത്താൻ കഴിയുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തു. 2-3 തവണ അത് അനൗൺസ് ചെയ്തിട്ട് പിന്നീട് നെയ്വിളക്ക് കൂപ്പണുകൾ കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞു. വീണ്ടും പഴയ പോലായി. എങ്ങനെയുണ്ട്? അപ്പോൾ കിട്ടിയ സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ ഒരു വലിയ തോതിൽ കച്ചവടം നടത്താമെന്നാണ് ഗുരുവായൂർ മാനേജ്മെൻറ്റ്, ദേവസ്വം മാനേജ്മെൻറ്റ് ഇന്നലെ തീരുമാനിച്ചു. അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ ഇടപെടുന്നത് ഹൈക്കോടതിയിൽ ദേവസ്വം മാറ്റേഴ്സ് കേൾക്കാൻ ഒരു ദേവസ്വം ബെഞ്ചുണ്ട്. ദേവസ്വം ബെഞ്ച് നമ്മുടെ ബഹുമാന്യനായ ജസ്റ്റിസ് കെ നരേന്ദ്രൻ സാറിൻ്റെ മകൻ അനിൽ കെ നരേന്ദ്രനൊക്കെ ഉൾപ്പെടുന്നൊരു ബെഞ്ചാണ്. പക്ഷേ ആ ബെഞ്ച് ഇതൊന്നും കാണുന്നില്ലേ എന്ന് എനിക്ക് അവരോട് വിനയപൂർവ്വം ചോദിക്കാനുണ്ട്. കാരണം എന്തിനാണ് ദിലീപിൻ്റെ പേരിൽ ദിലീപിനെ നടക്കിയ മുമ്പിൽ ഒരുപാട് നേരം നിർത്തി പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്ത് തെറ്റ്. പക്ഷേ ആ മനുഷ്യനെ മാത്രം വേട്ടയാടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സതീശനെ അരമണിക്കൂറോ 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റ് ആവട്ടെ, 5 മിനിറ്റ് നിൽക്കാൻ സംഭവിച്ചത് സാധാരണ ഒരു ഭക്തന് അതിനുള്ള അവസരം കിട്ടുന്നുണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്? അതിലാർക്കും പരാതിയില്ല, മാധ്യമങ്ങൾക്ക് പരാതിയില്ല, ആർക്കും പരാതിയില്ല. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ്. ദിലീപ് ആയതുകൊണ്ട് ദിലീപ് ഭഗവാനെ തൊഴുതാലും കുഴപ്പം, എന്ത് ചെയ്താലും കുഴപ്പം എന്ന തരത്തിലേക്ക് ഈ സിസ്റ്റം മാറ്റുന്നത് മര്യാദകേടാണ്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്ന് മനസ്സിലാക്കണം. മറ്റു പലരുടെയും താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ദിലീപ് എന്ന മനുഷ്യനോടുള്ള പകയാണ് ഇത്. മാത്രമല്ല, അവിടെ സാധാരണ ഭക്തർക്ക് കിട്ടാത്ത പ്രിവിലേജ് ഏത് VIP കൊടുക്കുന്നതും തെറ്റാണ്. ഭഗവാന്റെ മുന്നിൽ VIP ഇല്ല, പ്രതിപക്ഷ നേതാവും ഇല്ല, സാധാരണ ഭക്തനും ഇല്ല. എല്ലാവരും മാലയിടുന്ന എല്ലാവരും അയ്യപ്പന്മാരാണ്. അതായത് ഭക്തനും ഭഗവാനും ഒന്നാകുന്നു എന്നാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രത്യേകത. കാണാൻ പോകുന്നത് അയ്യപ്പനെ, കാണാൻ പോകുന്നത് അയ്യപ്പൻ. മാല ഇട്ട് കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു സമീപനം തത്വമസിയിൽ അധിഷ്ഠിതമായ ഒരു ചിന്താ പദ്ധതിയുടെ കൂടെ ഭാഗമാണ് ശബരിമല. അതും മനസ്സിലാക്കി ഈ വ്യക്തിപരമായ വിദ്വേഷങ്ങൾ തീർക്കാൻ ചിലർ നടത്തുന്ന വിവാദങ്ങളെ ഹൈക്കോടതി ഏറ്റുപിടിക്കരുത്. അപ്പോൾ ദർശനം എല്ലാവർക്കും, അവിടുത്തെ ശബരിമലയിലെ പ്രശ്നം കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് സന്നിധാനത്തിന് വരുന്നുണ്ട്. ഇവർക്കൊക്കെ കഠിനമായ യാത്രകൾ നടത്തി വ്രതമെടുത്ത് ആ തിരക്കിലൂടെ കഷ്ടപ്പെട്ട് ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ അവർക്കൊരു മിന്നായം പോലെ മാത്രമേ ഭഗവാനെ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതിനുള്ള സംവിധാനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് കൂടെ അവർക്കൊരു 2 സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡെങ്കിലും ഭഗവാനെ തൊഴാൻ കഴിയണ്ടേ? അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്ന് വേവലാതിയോടെ ആലോചിക്കണം എന്ന് നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. തീർച്ചയായും സാർ. കാരണം സാറ് പറഞ്ഞ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാര്യം ഒരു ഭക്തൻ അത്രയും മാലയിട്ട് കഷ്ടപ്പെട്ട് അവിടെ പോകുമ്പോൾ ഒരു 5 സെക്കൻഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്ന് പരിഗണിക്കണം എന്നുള്ളത് സാറിൻ്റെ ആവാത്തോടെ ഞാൻ പൂർണ്ണമായും അതിനോടൊപ്പം നിൽക്കുകയാണ്. ഒപ്പം ഒരാളെ മാത്രം ഇങ്ങനെ അധിക്ഷേപിക്കരുത്, എല്ലാവർക്കും ഒരേപോലെ പരിഗണന കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലായത്. ഭഗവാൻ എല്ലാവരും ഒരുപോലെ, ഭഗവാൻ എല്ലാവരുടെയാണല്ലോ. അതെ, തീർച്ചയായും.